ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. സമഗ്രമായ ഒരു ശാരീരികാവസ്ഥ, സമഗ്രമായ ശാരീരികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ സമഗ്രമായ ഒരു പ്രവർത്തനം ശരീരത്തിനകത്ത് ഉണ്ടാവണം. മെറ്റാബോളിസം കൃത്യമായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വന്നതാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സമഗ്രമായ ഭക്ഷണത്തെ കുറിച്ചാണ്. ഈ സമഗ്രം എന്നുള്ള വാക്ക് പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനസ്സ് എങ്ങനെയാണ് ശരീരത്തെ ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ്, ദഹനത്തെ ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദഹനത്തെ ക്രമീകരിക്കുന്ന സമഗ്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നതിലെ അവസാനമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഡീറ്റെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അപ്പൊ സമഗ്ര ഭക്ഷണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്റഗ്രൽ ഫുഡ് പ്രൊവൈഡ്സ് key nutrients that energize, protect, repair and sustain life. സമ്പൂർണ്ണ ഭക്ഷണം, സമഗ്രമായ ഭക്ഷണം ഒരു ആരോഗ്യകരമായ ജീവിതത്തിന്റെ പ്രാഥമിക ഘടകമാണ്. സമഗ്ര ഭക്ഷണത്തിൽ ഏറ്റക്കുറച്ചിലുകളോടെ നിരവധി അവശ്യ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അന്നജം പെട്ടെന്നുള്ള ഊർജം നൽകുന്നു. മാംസ്യം കോശങ്ങളെ പുനർനിർമ്മിക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്യുന്നു. കൊഴുപ്പുകൾ ഹോർമോണുകളെയും കോശങ്ങളുടെ ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നു. ജീവകങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നു. ധാതുക്കൾ എല്ലുകളെയും നരമ്പുകളെയും ശരീരദ്രവങ്ങളെയും സ്ഥിരപ്പെടുത്തുന്നു. നാരുകൾ ദഹനത്തെയും കുടലിന്റെ ചലനത്തെയും പിന്തുണയ്ക്കുന്നു. സസ്യജന്യ കെമിക്കലുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും പ്രതിരോധിക്കുന്നു. ഭക്ഷണ എൻസൈമുകൾ ദഹനം എളുപ്പമാക്കുന്നു. പ്രോബയോട്ടിക്സ് കുടലിലെ സൂക്ഷ്മാണുക്കളെ ശക്തിപ്പെടുത്തുകയും പ്രീബയോട്ടിക്കുകൾ പ്രയോജനകരമായ ബാക്ടീരിയകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റുകൾ ജലാംശവും നരമ്പുകളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അവശ്യ അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡുകളും വളർച്ചയെയും ഊർജ്ജസ്വലതയെയും പിന്തുണയ്ക്കുന്നു. വെള്ളം ഈ സുപ്രധാന പോഷക വ്യവസ്ഥയെ പൂർത്തീകരിക്കുന്നു. ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ഭക്ഷണം എന്ന് പറഞ്ഞാണ് നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോ സമ്പൂർണ്ണ ഭക്ഷണം എന്താണ് എന്നുള്ള ആശയത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഒരു ഭക്ഷണം എന്തായിരിക്കണം, അതിനെ സമ്പൂർണ്ണം എന്ന് വിളിക്കണമെങ്കിൽ അതെന്തുണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഭൗതിക ഘടകങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോ ഈ ബാലൻസ്ഡ് ഫുഡ് എന്നൊക്കെ പറയുന്ന ഒരു ആശയം ലോകത്ത് വളരെയധികം പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചത് എന്നുള്ള അർത്ഥത്തിൽ. തൽക്കാലം ആ അർത്ഥത്തിൽ തന്നെ ഇതിനെ എടുക്കുക. ഒരു ഭക്ഷണം നാം സ്വീകരിക്കുന്ന സമയത്ത് അവയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്ന് ബോധ്യപ്പെടാൻ ഇന്നത്തെ വിഷയം സഹായിക്കും. പക്ഷെ ഒരു ജൈവ വ്യവസ്ഥയിലേക്ക് ഭക്ഷണം നൽകുന്ന സമയത്ത് അത് ജൈവം ആണോ, ജീവനുള്ളതാണോ എന്ന ഒരു നിരീക്ഷണം കൂടെ നടക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക. അപ്പോ തൽക്കാലത്തേക്ക് അതിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന ഘടകം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അന്നജം എന്ന് പറയുന്നത്. അന്നജം എന്ന് പറയുന്നത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഒരു കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ അരി തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടെത്തുന്നത്. നമ്മൾ മനുഷ്യൻ കഴിക്കാൻ സ്വീകരിക്കുന്ന മിക്കവാറും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും നേരിട്ടോ മറഞ്ഞോ കാർബോഹൈഡ്രേറ്റ് അവൈലബിൾ ആണ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഊർജത്തെ ക്യാരി ചെയ്യുന്ന ഘടകങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ തന്നെ അകത്തേക്ക് നൈട്രജൻ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ പേരങ്ങ് മാറും. ഇത് മാംസ്യം എന്ന് പറയും. അതിന്റെ ഘടനയിൽ ചെറിയ വ്യത്യാസം കൂടെ വരുന്ന സമയത്ത് ഞാനത് അങ്ങനെ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനായി മാറുക എന്നുള്ളത് ശരീരത്തിനകത്ത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ലിവറിന് അല്ലെങ്കിൽ ശരീരത്തിന് അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രോട്ടീന്റെ ആവശ്യത്തിന് വേണ്ടി കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ പോരാ,
പ്രോട്ടീൻ തന്നെ കഴിക്കണം എന്നില്ല. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യത്തിനും കാർബോഹൈഡ്രേറ്റ് തന്നെ കഴിക്കണം എന്നില്ല. പ്രോട്ടീൻ കഴിച്ചാലും കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടും. കാരണം ഇതെല്ലാം പിരിച്ച് മേയുന്ന കാര്യത്തിൽ ശരീരം വിദഗ്ധനാണ്. അപ്പോ ഈ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ശരീര വളർച്ച, അതുപോലെ തന്നെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കല്, അതുപോലെ തന്നെ ശരീരത്തിന്റെ ദഹനരസങ്ങൾ ഉണ്ടാകല്, അല്ലെങ്കിൽ അന്തസ്രാവങ്ങൾ, അല്ലെങ്കിൽ ഹോർമോണുകൾ ഉണ്ടാകല്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ലിപ്പിഡുകൾ അല്ലെങ്കിൽ ഫാറ്റുകൾ, ലിപ്പിഡും ഫാറ്റും ഒന്നല്ല. ഫാറ്റ് എന്ന് പറയുന്നത് ലിപ്പിഡാണ്. എല്ലാ ലിപ്പിഡുകളും ഫാറ്റ് അല്ല. ഈ ശരീരത്തിലെ ഈ ഫാറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഊർജ സംഭരണികളാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നൈമിഷികമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ കോശ സ്ഥലങ്ങള്, അതുപോലെ തന്നെ ഉണ്ടാകുന്ന കാര്യത്തില്, അതുപോലെ തന്നെ ഈ പോഷകങ്ങള് വലിച്ചെടുക്കുന്ന കാര്യത്തില്, പിന്നെ ചില ഹോർമോണുകളെയൊക്കെ ഫോം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ ഫാറ്റുകൾ ഇവിടെ പ്രയോജനപ്പെടുന്നുണ്ട്. ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ എന്ന് പറയുന്നതാണ് മറ്റൊന്ന്. പോഷകങ്ങൾ എന്ന് വെച്ചാൽ ജീവകങ്ങൾ എന്ന് പറയുന്നതാണ് മറ്റൊന്ന്. അത് നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, പ്രവർത്തനം എന്ന് പറയുന്നത് ചയാപചയ റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്ന, മെറ്റാബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന ആ എന്തോ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊരു ഭൗതിക വസ്തു അല്ല. ആ ഭൗതിക വസ്തുവിനെ ക്യാരി ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ളത്. ഭൗതികമായ വസ്തു ക്യാരി ചെയ്യുന്നത് ചില പ്രവർത്തന സ്വഭാവ വിശേഷങ്ങളെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവയടങ്ങുന്നതാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയും നമ്മുടെ സ്കിന്നിനെയൊക്കെ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കാനായിട്ട് ഈ വൈറ്റമിൻസ്, എന്ന് വെച്ചാൽ അവയുടെ പ്രവർത്തനത്തെ കൃത്യമായി നടത്താനായിട്ട് ഇവ ഉപകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ 2 സ്ട്രോക്ക് ബൈക്കിൽ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു അല്പം എഞ്ചിൻ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ ശരീര പ്രവർത്തനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് വൈറ്റമിൻസ്. അത് പോഷകങ്ങളല്ല, പകരം പ്രവർത്തനങ്ങളായി മാറാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളാണ്. അതുപോലെ തന്നെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഇപ്പോ പലതരം മിനറലുകളുണ്ട്. ഇപ്പൊ കാൽഷ്യം, അയൺ, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ, മെറ്റാബോളിക് ആക്ടിവിറ്റി, നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിന്റെ ഒരു ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരുകൾ എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ട് ചൂല് തിന്നുക എന്ന് പറയാറുണ്ട്. ചൂല് തിന്നുന്ന പോലൊരു പരിപാടിയാണ് ഈ നാരുകൾ ഉള്ള ഭക്ഷണം കഴിക്കുന്നത്. ചൂലെന്തിനാ? ഏത് വൃത്തിയുള്ള വീടാണെങ്കിൽ, ഏത് പുതിയ വീടാണെങ്കിലും ശരി, അവിടെ ചൂലുണ്ടെങ്കിൽ മാത്രമേ ഈ ശുചീകരണ പ്രക്രിയ നടക്കുള്ളൂ. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ചേരുന്നതും ചേരാത്തതുമായിട്ടുള്ള പലതരം നാരുകളുണ്ട്. ഇത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, അവിടെയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാരുകൾ ഉണ്ടെന്ന് വെച്ചാൽ അത് മൈക്രോബയോമുകളുടെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ഷുഗർ ബാലൻസിനും ഈ നാരുകൾ ഉപയോഗപ്പെടാറുണ്ട്. അതുപോലെ ഒന്നാണ് ഈ സസ്യജന്യമായിട്ടുള്ള രാസികങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുക എന്നുള്ളത്, ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഈ ആന്റി ഓക്സിഡൻസ് എന്ന് കേട്ടിട്ടോ, നമ്മളിപ്പോ ആപ്പിൾ പോലുള്ള, ഗ്രീൻ ആപ്പിൾ പോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആവശ്യത്തിന് ഉള്ള പല ഘടകങ്ങളെയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ആന്റി ഓക്സിഡൻസ്, നമ്മൾ സസ്യജന്യ രാസികങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവണം. അപ്പോ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യത്തിലുള്ള ഓക്സിജൻ സപ്ലൈ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതും, അതായത് ഈ
ഫ്രീ റാഡിക്കലുകളെ ബാലൻസ് ചെയ്യാൻ ആന്റി ഓക്സിഡൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിലെ ഈ വീക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഒഴിവാക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ആണ് പറയുന്നത്. ഈ വീക്കം ഒഴിവാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന സമയത്ത്, ടോക്സീമിയ ഇല്ലാതായി തീരുന്ന സമയത്ത് അനുചിതമായ ഭക്ഷ്യങ്ങളെ കെട്ടി നിൽക്കുന്നതും അവയെ പുറന്തള്ളാൻ വേണ്ടിയുള്ള ശരീരപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം അവിടെ വേണ്ടി വരില്ല. അങ്ങനെയാണ് അത് ഒഴിവായി പോകുന്നത്. അല്ലാണ്ട് ഇൻഫ്ലമേഷനെ ഒഴിവാക്കാനായിട്ട് ഒരു പ്രത്യേക വസ്തു പോയി പ്രവർത്തിക്കുന്നതല്ല. ഈ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ കഴിക്കുന്ന പോലുള്ളതല്ല ഈ പ്ലാന്റ് കോമ്പൗണ്ടുകൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. പിന്നെ ശരിക്കും ഇത് ഡീറ്റോക്സ് സപ്പോർട്ടാണ് ചെയ്യുന്നത്. ശരീരത്തിനകത്തെ മാലിന്യങ്ങളെ വെളിയിലേക്ക് കളയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്ലാന്റ് കെമിക്കൽസ് എല്ലാം ചെയ്തത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യങ്ങളും പ്ലാന്റ് കെമിക്കൽസ് തന്നെയാണ്. എങ്കിലും നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണെന്ന് മാത്രം. അടുത്തത് എൻസൈമുകളാണ്. എൻസൈമുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് എൻസൈമുകൾ ഉണ്ടാവുന്നുണ്ട്, രാസാഗ്നികൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകളാണ്. അത് ഇപ്പൊ മാങ്ങ തിന്നെയാണെങ്കിൽ അതിനകത്ത് മാങ്ങയെ ദഹിപ്പിക്കാനുള്ള എൻസൈമുകളും അതിനകത്ത് തന്നെയുണ്ട്. അപ്പൊ എയ്ഡ് ഡൈജഷൻ ആൻഡ് നമ്മള് മറ്റേ ദഹന പ്രക്രിയയെ ഇത് നല്ലപോലെ, അതായത് ദഹനേന്ദ്രിയ വ്യൂഹത്തിനകത്തുണ്ടാകുന്ന ഈ രാസാഗ്നികളുണ്ടല്ലോ, ആ രാസാഗ്നികൾക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ പകരമല്ല, അവയുടെ പ്രവർത്തനക്ഷമതയെ കൂട്ടാൻ പാകത്തില് ഇത് ഭക്ഷണത്തോടൊപ്പം വന്നു തന്നെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കും. ഈ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ഭാരം ശരിക്കും കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഇത് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും ഈ പാചകം ചെയ്യാത്ത ഭക്ഷണത്തിലാണ് ഈ സാധനങ്ങൾ ഉണ്ടാവുക. പാചകം ചെയ്തിട്ടെങ്കിൽ ഈ എൻസൈമുകൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് നഷ്ടമായി പോകും. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ സ്വാഭാവികമായി ഭക്ഷണത്തോടൊപ്പം ചെല്ലേണ്ടുന്ന രാസകങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. ഇതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊന്നാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ കുറെ ഈ രാസികങ്ങളെ പോലെ തന്നെ കുറെ ഒരു ആവാസ വ്യവസ്ഥ, ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവും. ഈ ആവാസ വ്യവസ്ഥയാണ് ഈ ഭക്ഷണത്തിന്റെ ഘടനയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തുന്നത്. ഇപ്പൊ മണ്ണില് ഉള്ള സൂക്ഷ്മാണുക്കളുണ്ടല്ലോ, മണ്ണിലേക്ക് വീഴുന്ന ജൈവ വസ്തുക്കളെ അതിനെ വിഘടിപ്പിച്ച് മണ്ണാക്കി മാറ്റുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അത് നിൽക്കുന്ന എൻവയോൺമെന്റിന്റെ പാകപ്പെടുത്തി പരിവർത്തിപ്പിക്കുന്നത് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നവയാണ്. ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ വയറിനകത്തുള്ള ഗട്ട് ഫ്ലോറയെ എൻറിച്ച് ചെയ്യുന്നത്. ഇത് തൈര്, അതുപോലെ തന്നെ പുളിപ്പിച്ച ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം നിറഞ്ഞിരിക്കും. ഇത് സൂക്ഷ്മാണുക്കളാണെങ്കിൽ ഈ സൂക്ഷ്മാണുക്കളെ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളാണ് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഗട്ട് ഫ്ലോറയുണ്ടോ, ഗട്ട് ഫ്ലോറയെ എൻറിച്ച് ചെയ്യുന്നവയാണ് പ്രീബയോട്ടിക്സ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പലതരം ലവണങ്ങൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയാം. ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുമ്പോൾ ശരീര ദ്രവങ്ങളുടെ, ശരീരത്തിനകത്തുള്ള ഫ്ലൂയിഡുകൾ ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡുകളുടെ എല്ലാം പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നവയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഈ നാഡീസ്പന്ദനങ്ങള്, അതുപോലെ തന്നെ മസിൽ ഫങ്ഷൻസ് എല്ലാം തന്നെ അവിടേക്ക് ചെല്ലുന്ന ഫ്ലൂയിഡുകൾക്ക് വേണ്ടുന്ന സിഗ്നലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന, ഫ്ലൂയിഡും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധത്തെ സംവേദനം ചെയ്യിപ്പിക്കുന്നവയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. വേറൊന്നാണ് ഈ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ശരീരം ഉണ്ടാക്കുന്നതല്ലാതെ ചില ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത്തരത്തിലുള്ളവയാണ് അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡുകളും. ഇത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. എല്ലാ ഭക്ഷണത്തിൽ നിന്നും കിട്ടില്ല. ചില ഭക്ഷണങ്ങളുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നാണ് കിട്ടുക. അപ്പൊ ചിയാ സീഡ്സ് പോലുള്ളവയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഫാറ്റി ആസിഡ് കിട്ടും. മത്സ്യവും മാംസവും കഴിക്കാത്ത ആളുകൾക്കുള്ളത് പോലും അവിടുന്ന് നമുക്ക് കിട്ടും. ഇതില്
രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജലമാണ്. ആവശ്യത്തിന് ജലാംശം കൂടെ ഉണ്ടാവണം. ജലാംശം ഉണ്ടെങ്കിലാണ് ഇവയെ ഈ ഒരു നെറ്റ്വർക്കിനെ കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ശരീരത്തിന് കഴിയും. അപ്പൊ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഭക്ഷണം എന്ന് പറയുക. ഏത് ഭക്ഷണം എടുത്താലും പ്രകൃതി തരുന്ന രൂപത്തിൽ നമ്മൾ ഏത് ഭക്ഷണം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചെറിയ അളവിലായിരിക്കും. ചിലത് നമ്മളിപ്പോ അരി എടുക്കുകയാണെന്നിരിക്കട്ടെ, അരിയിൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവയെല്ലാം വളരെ ചെറിയ അളവിലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കൂടുതലുമായിരിക്കും. എന്ന് വെച്ചാൽ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഏത് ഭക്ഷ്യം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇവയെല്ലാം ഉണ്ടാവും. അവയുടെ എല്ലാം അംശം വളരെ 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 തുച്ഛമായിരിക്കും. ഏതാണോ അതിന് പ്രാധാന്യമുള്ളത് വളരെ കൂടുതലായിരിക്കും. ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു ജൈവ സംവിധാനത്തെ പ്രകൃതി ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ ശരീരത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എന്റെ ശരീരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ്. ഈ മാക്രോകോസം ഇപ്പൊ മൈക്രോകോസം പ്രപഞ്ചമാണെങ്കിലും മാക്രോകോസമാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരത്തെ മാക്രോകോസമായിട്ട് എടുത്ത ഒരു കോശം എന്ന് പറയുന്നത് മൈക്രോകോസമാണ്, അതായത് സൂക്ഷ്മ കോശമാണ്. ആ സൂക്ഷ്മകോശത്തിലും ഇതിന്റെ അതേ ഗുണഗണങ്ങളും അതിന്റെ സ്വഭാവവിശേഷങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിനകത്തും ഈ ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഇവയെല്ലാം തന്നെ ഉണ്ടായിരിക്കും. അപ്പോ ഒരു സസ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നിനെ എടുത്തു കഴിഞ്ഞാൽ, സസ്യത്തിന്റെ ഭക്ഷ്യമാക്കാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്കകത്തും ഇവയെല്ലാം കാണും. ഏറിയോ കുറഞ്ഞോ അളവിലായിരിക്കും എന്ന് മാത്രം. അപ്പോ ഇവയെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഭക്ഷ്യം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മളതിനെ മുറിച്ചെടുത്തിട്ട് ചില ഭാഗങ്ങൾ മാത്രം എടുക്കുകയും വേറെ ചിലതിനെ ഒഴിവാക്കുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ പിടിച്ച് ഇട്ടിട്ട് പുഴുങ്ങുകയോ വേവിക്കുകയോ വറക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഘടകങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങൾ അപ്രത്യക്ഷമാവുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യും. ഇപ്പൊ വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നത്, ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ജീവന്റെ സ്വഭാവം അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. അവയെ നമ്മൾ തിളപ്പിക്കുകയോ പുഴുങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ, അവയെ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ജീവൻ പോയിട്ട് ആ ജീവൻ അടങ്ങാൻ സാധ്യമായിട്ടുള്ള ഘടകങ്ങൾ മാത്രം ബാക്കിയാവും. ഇതുപോലെയാണ് ഇവിടെയുള്ള മിക്കവാറും എല്ലാ ഘടകങ്ങളുടെയും ഒരു അവസ്ഥ. അപ്പോ ഇവയെല്ലാം കൂടെ ചേർത്ത് വെച്ചതാണ് സമഗ്ര ഭക്ഷണം. ആ ചേർച്ചയും കൂടെ ചേർന്നതാണ് സമഗ്രത. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഘടകങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതല്ല, ഘടകങ്ങളെല്ലാം ചേർത്ത് വെച്ച ആ ചേർച്ച കൂടെ ചേർന്നതാണ് സമഗ്രത. ഇങ്ങനെ സമഗ്രമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ സമഗ്ര ഭക്ഷണം എന്ന് പറയുന്നത് ആ ചേർത്ത് വെക്കുന്നതിൽ, നമ്മളിപ്പോ അരിയിൽ എല്ലാം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. മാംസത്തിലെല്ലാം ഉണ്ട്, അതിൽ മാംസ്യം കൂടുതലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പൊ ഇതുപോലെ ഓരോ ഭക്ഷ്യത്തിലും എല്ലാം അടങ്ങിയിരിക്കുന്ന ഓരോന്നിലും ഓരോന്ന് കൂടുതലാണ്. അത് മാത്രമല്ല, അവയുടെ സങ്കീർണതയിൽ വ്യത്യാസമുണ്ട്. ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഇവയിൽ നിന്നും ശരീരത്തിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള വ്യത്യാസം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. ഇവയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പോ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഭക്ഷ്യം അല്ലെങ്കിൽ ഭക്ഷണ വസ്തു എന്ന് പറയുന്നത് സമഗ്രമായിട്ടാണ് ഉണ്ടാകുന്നത്. അതിന് ബൈബിളിലൊരു വാചകമുണ്ട്, ദൈവം ഒന്ന് ചേർത്തതിനെ നിങ്ങൾ വേർപിരിക്കരുതെന്ന്. ദൈവം ഇതിനെല്ലാം, അല്ലെങ്കിൽ പ്രകൃതി ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ആ ഒരുമിച്ച് ചേർത്ത വസ്തുവാണ് ഭക്ഷ്യം. അത് കഴിക്കുന്ന സമയത്ത് അതിൽ നിന്നും ശരീരത്തിന് വേണ്ടത് ശരീരം മാറ്റി എടുത്തോളും, വേർതിരിച്ച് എടുത്തോളും. അപ്പോ ഏറ്റക്കുറച്ചിലുകളോടെ എല്ലാ വസ്തുക്കളിലും എല്ലാ ഭക്ഷ്യങ്ങളിലും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. പിന്നെ എല്ലാം എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതികമായ പ്രയോഗമാണെന്ന് കൂടെ മനസ്സിലാക്കുക. ചില വസ്തുക്കളിൽ ചിലത് കണ്ടില്ല എന്ന് വരാം, മറ്റു ചിലതില് വേറെ ചിലത് കുറവായിട്ട് വരാം. ഇപ്പോ എല്ലാ വസ്തുക്കളിലും എല്ലാ ലവണങ്ങളും എല്ലാ പോഷണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഏറിയും കുറഞ്ഞും എല്ലാത്തിലും എല്ലാം ഉണ്ട്. രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഒന്നിൽ ഒരു രാസികത്തില് വേണ്ടുന്ന ഘടകങ്ങൾ എല്ലാം ഇല്ലെങ്കിൽ ആ ഉള്ളതിൽ നിന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷി ശരീരത്തിനുണ്ട് എന്നത് കൂടെ മനസ്സിലാക്കുക. ഈ ചില ലവണങ്ങൾ, ചില ഇലക്ട്രോലൈറ്റുകൾ, ചില പോഷണങ്ങൾ എന്നുള്ളത് അവ കഴിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഫാറ്റി ആസിഡ് ഒക്കെ അവയിൽ നിന്നും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. എങ്കിലും പൊതുവിൽ ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ഭക്ഷ്യം. അതുണ്ടെങ്കിലേ ആരോഗ്യം ഭംഗിയായി നിലനിൽക്കുള്ളൂ, അതുണ്ടെങ്കിലേ ജീവൻ കൃത്യമായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഭക്ഷണത്തെ കുറിച്ചുള്ള പഠനം നമുക്ക് തുടങ്ങാം.
അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവയെല്ലാം ഉണ്ടോ, അവയെ വേർതിരിച്ചാണോ നിങ്ങൾ കഴിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചന ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.